ഹലോ ഗൈസ്, വെൽക്കം ടു പമ്മു ഒഫീഷ്യൽ. ഇന്നെൻ്റെ പപ്പ പുറത്തു പോയിട്ട് വന്നപ്പോൾ നല്ല അടിപൊളി പെടക്കണ ആവോലി മീനുമായിട്ടാണ് കേട്ടോ വന്നത്. പണ്ട് എനിക്ക് ഈ ആവോലി വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു, ഞാൻ കഴിക്കില്ലായിരുന്നു. ഇപ്പം എന്തോ ആവോലിയോട് പ്രത്യേക ഇഷ്ടം തോന്നി. പുറത്തൊക്കെ പോയി കഴിക്കാൻ നല്ല വിലയുള്ള മീനാണ് കേട്ടോ, കുറച്ച് എക്സ്പെൻസീവ് കൂട്ടത്തിലുള്ള ഒരാളാണ് കേട്ടോ. നമുക്ക് തലഭാഗം വേണ്ട, വലിയ മീനായതുകൊണ്ട് തന്നെ തലഭാഗം നമുക്ക് തലക്കറി വെക്കാനായിട്ടും ഉണ്ടായിരുന്നു. നമ്മുടെ 3 വേറെ മീൻ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് പപ്പ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കഴുകുന്ന കൂട്ടത്തിൽ കുറച്ച് വിനാഗിരി ഇട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്, അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ മാറാനായിട്ട്. ആവോലിക്കൊരു പ്രത്യേകതരം ടേസ്റ്റ് ഉണ്ട്, അതെനിക്ക് വലുതായിട്ട് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളത് ഇങ്ങനെ കഴുകിയെടുത്തത്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചെടുക്കുക. അത് നമ്മളൊരു പാത്രത്തിലേക്കിട്ട് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയും ചേർത്ത് കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് മീൻ പൊടിഞ്ഞു പോകാതിരിക്കാനാണ് ഈ വിനാഗിരി പുരട്ടുന്നത്. കുറച്ച് വിനാഗിരിയും പിന്നെ അതേപോലെ നല്ല ശുദ്ധമായ കോക്കനട്ട് ഓയിലും ചേർക്കുന്നുണ്ട് കേട്ടോ. കോക്കനട്ട് ഓയിൽ ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ കുഴച്ച മിശ്രിതം നമുക്ക് മീനിലേക്ക് പരട്ടി കൊടുക്കാം. ആ വരഞ്ഞ ഭാഗത്തിലേക്കെല്ലാം ഈ മീനിൻ്റെ ഈ മസാല പരട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കുക. 15 മിനിറ്റിന് ശേഷം പാനിലേക്ക് ചൂട് എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ, ചൂടാവാനായിട്ട്. ചൂടായതിന് ശേഷം നമ്മുടെ ആവോലി മീൻ അങ്ങോട്ട് എടുക്കുക, അങ്ങോട്ട് ഇടുക. വലിയ മീനായതുകൊണ്ട് തന്നെ എൻ്റെ പാനിൽ ഒതുങ്ങുമോയെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ മീൻ ഇട്ടപ്പോൾ എനിക്ക് എങ്ങനെ ഇടണമെന്നുള്ള കൺഫ്യൂഷനാണ് നിങ്ങൾ കാണുന്നത്. എന്നാൽ പോലും ഞാൻ ഇട്ടു, അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ എല്ലാം എന്നും പറഞ്ഞ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് ഇട്ടു. എന്നിട്ട് എനിക്ക് ഈ മീൻ വറക്കുമ്പോൾ തന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടണം, അതിൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ വറക്കുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. കാണാനും അതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, പൊന്നി അടിപൊളിയാണ്. അങ്ങനെ ആവോലി വറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കറിവേപ്പിലയൊക്കെ വറുത്ത് അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത മീനും കൂട്ടി ചോറ് കഴിച്ചിട്ടോ നല്ല അടിപൊളിയായിരുന്നു. നിങ്ങൾ കാണാം, ആവോലി വെച്ചിരുന്ന പ്ലേറ്റ് കാലിയായി. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സീ യു സൂൺ.